Hi friends, welcome to my channel Anida's Home Recipes. എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടും ഇരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്കായിട്ടുള്ള ഒരു വിഭവമായിട്ടാണ് കേട്ടോ. കുട്ടികൾക്കായിട്ടൊരു പായസമാണ്. ഇതൊരു പിടി പായസമാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണിത്. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇത് ഞാൻ എൻ്റെ കുട്ടികൾക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പായസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാനും ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ പിടിപ്പായസത്തിനായിട്ട് ഞാൻ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഗോതമ്പ് പൊടിയിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടുവെള്ളത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം. നമ്മൾ ഇടിയപ്പവും പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കുഴക്കേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതി. പക്ഷേ അരിപ്പൊടിയാണെങ്കിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് ഇതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 2 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം മൊത്തം 3 കപ്പ് ചൂടുവെള്ളമാണ്. നല്ല തിളച്ച വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. 3 കപ്പ് തിളച്ച വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്ന് അടി ചേർത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം നല്ല ചൂടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റില്ല. ഇത് നമുക്കൊന്ന് അല്പം ചൂടാറുന്നവരെ ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനായിട്ടൊരു 2 കട്ട ശർക്കരയും ഒരു പകുതിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ശർക്കര ഉരുക്കിയെടുക്കണം. ശർക്കര ഒന്ന് ഉരുകി വരുമ്പോൾ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. പെട്ടെന്നൊന്ന് തന്നെ മെൽറ്റായിട്ട് വരും കേട്ടോ. എന്തെങ്കിലും കട്ടകളുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിങ്ങനെ തിളച്ച് പൊന്തി വരുമ്പോൾ ഒരു കൈ വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കണം കേട്ടോ. ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഒന്ന് തളിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ശർക്കര തണുത്ത് കഴിഞ്ഞാലും ശർക്കര പാനി തണുത്ത് കഴിഞ്ഞാലും ഇങ്ങനെ കട്ടയായിട്ട് പോകത്തില്ല കേട്ടോ. അപ്പം നമുക്ക് ഈ ശർക്കര പാനി ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ മാവിൻ്റെ ചൂട് ഏകദേശം ഒന്ന് ആറിയിട്ടുണ്ട്. ഒത്തിരി തണുത്ത് പോകരുത് കേട്ടോ. നമുക്ക് കുഴയ്ക്കാൻ പറ്റുന്ന പാകത്തിന് ചൂട് ഉണ്ടായിരിക്കണം. അപ്പോൾ നന്നായിട്ട് ഒരുവിധം ചൂട് ആറിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് കുഴയ്ക്കാനായിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ ഒരല്പം വെളിച്ചെണ്ണ തടവിയ ശേഷം നന്നായിട്ടൊന്ന് ഇത് കുഴച്ചെടുക്കണം. എണ്ണ തടവിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ തടവിയിട്ട് നന്നായിട്ട് ഈ മാവൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് പരുവത്തിൽ ആക്കിയെടുക്കണം കേട്ടോ. നമ്മൾ പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയെടുക്കാം. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. കട്ടകളൊന്നും ഉണ്ടാവരുത്. നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്കിതിൻ്റെ അകത്തു നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി കുറച്ച് മാവ് എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഒരു മീഡിയം സൈസ് ഉരുളകളാക്കി കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഒത്തിരി വലുതാവും വേണ്ട, എന്നാൽ ഒത്തിരി ചെറുതാകും വേണ്ട. ഈ ഒരു സൈസിന് ഞാനിപ്പോൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഫുള്ള് മാവ് നമ്മൾ ഒന്ന് ഉരുട്ടിയെടുക്കണം കണ്ടോ. ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് മാവ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത്രയും മാവ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ പായസത്തിന് നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അരിമാവ് തന്നെയാണ് കേട്ടോ കലക്കി ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഈ പിടികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത്തിരി അധികം വെള്ളം തന്നെ വെക്കണം കേട്ടോ. ഈ പിടിയെല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളത്തിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി പിടിയിൽ ഉപ്പുണ്ടല്ലോ, നമ്മുടെ ഉരുളകളിൽ ഉപ്പുണ്ട്. പിന്നെ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളുടെ പിടിയെല്ലാം ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പിടിയൊക്കെ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, അരിമാവ്, അതിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ മാവൊന്ന് ഉടച്ച് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അത് നമുക്ക് ഈ നമ്മുടെ പിടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പിടിക്ക് നല്ലൊരു തിക്നെസ് ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം പോലെ കിടക്കും. ഈ മാവും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നന്നായിട്ടൊരു തിക്നെസ് ഉണ്ടാവും.
ഇത് നമുക്കൊരു 5 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് നന്നായിട്ട് തീ സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടെ തിളപ്പിക്കുക. അപ്പോൾ നന്നായിട്ട് ഇത് കുറുകി വരും. ഇത് നമുക്ക് അപ്പുറത്തെ സ്റ്റൗവിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു പാനിൽ ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു ഏകദേശം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഒന്ന് വറുത്തെടുക്കണം. ഒരു 3-4 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചേർക്കേണ്ടത് പഴമാണ് കേട്ടോ. ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ഏത്തപ്പഴമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഏത്തപ്പഴവും കൂടെ നമ്മൾ ഈ നെയ്യിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഏത്തപ്പഴമൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ മടിയുള്ള സംഭവമാണല്ലോ. ഏത്തപ്പഴം പുഴുങ്ങി കൊടുത്താലും കഴിക്കുന്നുണ്ടാവില്ല, പച്ചയ്ക്ക് കൊടുത്താലും കഴിക്കില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ പായസത്തിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നെയ്യിലിട്ടിട്ട് ഈ ഏത്തപ്പഴം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതൊന്ന് വെന്ത് വരുന്നവരൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം കണ്ടോ. അപ്പോൾ നന്നായിട്ട് ഏത്തപ്പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ടേസ്റ്റിനായിട്ട് ഒരല്പം തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ഈ നെയ്യിലേക്കും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അതും കൂടെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ തേങ്ങയും ഒരുവിധം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ശർക്കര പാനി ഒഴിക്കണം കേട്ടോ. നമ്മൾ നേരത്തെ ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയിൽ നിന്ന് കുറച്ച് ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുഴുവൻ ഒഴിക്കണ്ട കേട്ടോ. ഒരല്പം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം, ഈ പഴത്തിനും തേങ്ങയ്ക്കൊക്കെ ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ശർക്കര പാനിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നല്ല മണമാണ് ഇട്ടത്തൊക്കെ വഴറ്റുമ്പോൾ കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഏലക്കയും ജീരകവും കൂടെ ഞാൻ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പിടിയുടെ എന്തായി നോക്കാം. അപ്പോൾ പിടി നമ്മൾ 5 മിനിറ്റും കൂടെ നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പായസം. ഇപ്പോൾ ഒരു പായസത്തിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ആയിട്ടുണ്ടല്ലേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ശർക്കരപ്പാനി ചേർക്കുമ്പോൾ ഒരു അരിപ്പ കൊണ്ടിട്ട് അരിച്ച് ചേർക്കണം കേട്ടോ. എന്തായാലും ശർക്കരയിൽ കല്ലും പൊടിയൊക്കെ കാണും കേട്ടോ. അതുകൊണ്ട് ശർക്കര എപ്പോഴും നമ്മൾ ചേർക്കുമ്പോൾ അരിച്ചിട്ട് വേണം ഒഴിക്കാൻ കേട്ടോ. അപ്പോൾ ശർക്കരപ്പാനി മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. നന്നായിട്ടൊന്ന് അടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിക്കണം. ഈ പിടിയിലൊക്കെ ശർക്കര നന്നായിട്ട് പിടിച്ച് കിട്ടണമല്ലോ. കുറച്ച് നേരം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം കണ്ടോ. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, പഴവും തേങ്ങയും, ആ മിക്സ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ പായസത്തിന് കേട്ടോ. ഈ പഴത്തിൻ്റെ ടേസ്റ്റും തേങ്ങയും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഈ മിക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ. ഇപ്പോൾ നമ്മുടെ പായസം നല്ല തിക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നല്ല മണം വരുന്നുണ്ട് ഇതൊക്കെ ചേർക്കും. നല്ല നെയ്യുടെയും പഴത്തിൻ്റെയും ഒക്കെ നല്ല മണവും വരുന്നുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു പിഞ്ച് ഉപ്പ് ചേർക്കണം. നമ്മൾ പായസത്തിലൊക്കെ ഉപ്പ് ചേർക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പഴത്തിൻ്റെയും നെയ്യുടെയും ഒക്കെ ടേസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1 കപ്പ് പാലാണ് ചേർക്കുന്നത് കേട്ടോ. ഒന്നെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ പശുവും പാൽ ചേർക്കാം. ഇപ്പം ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അതിലേക്ക് കുറച്ച് ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ആ മിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തേങ്ങയുടെ 1-ാം പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 1-ാം പാൽ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. തിളക്കേണ്ടതൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പിടിപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് ഇത് മാറ്റാം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ഇവിടെ ഞാൻ സാധാരണ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കാറുള്ളതാണ് ഈ പായസം. ഇവിടെ ഞങ്ങൾ സാധാരണ പിടി ഉണ്ടാക്കുമല്ലോ, നമ്മൾ പിടിയും കോഴിക്കറി അങ്ങനെ എന്തെങ്കിലും പിടി ഉണ്ടാക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല പിടി. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് പിടി എടുത്ത് മാറ്റിയിട്ട് അവർക്ക് സെപ്പറേറ്റ് ഇതുപോലെ ശർക്കരയും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അവർക്ക് ഇതുപോലെ പായസവും വയ്ക്കും. ഞാനും ഹസ്ബൻഡും പിടിയും കഴിക്കും. അങ്ങനെ മിക്കപ്പോഴും ഉണ്ടാക്കാറുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമ്മളിപ്പോൾ ഞാൻ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാരണമാണ് ഇത്തിരി ലെങ്തി ആയിട്ട് തോന്നുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ല റെസിപ്പീസുമായിട്ട് ഇതുപോലെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.